സഹനത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും വ്യക്തവും യുക്തവുമായിട്ടുള്ളൊരു കാര്യമാണിത്. അതായത് എന്താണ്? സഹനത്തെ തടസ്സം നിൽക്കുന്നവരൊന്നും മാനുഷികമായിട്ട് ചിന്തിക്കുന്നവരാണ്. അവർ ഒരിക്കലും ദൈവികമായിട്ട് ചിന്തിക്കുന്നവരല്ല. അല്ലെങ്കിൽ സഹനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുന്നവർ, അവർ ഒരിക്കലും ദൈവികമായി ചിന്തിക്കുന്നവരല്ല, അവർ മാനുഷികമായിട്ട് ചിന്തിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട സമയമാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ. അതായത് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ നമ്മുടെ ചിന്ത ദൈവികമല്ല, നമ്മുടെ ചിന്ത മാനുഷികമാണ്. അങ്ങനെയുള്ളവരെ നോക്കി ഈശോ സാത്താനെ ദൂരെ പോവുക എന്നാണ് പറയുക. അത് സാത്താൻ്റെ ചിന്തയാണ്. അതുകൊണ്ടാണ് സാത്താനെ എന്ന് തന്നെ വിളിച്ചത്. സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ സഹനങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണോ? ത്യാഗങ്ങളുടെയും വേദനകളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളിലൂടെയും ജീവിതത്തിലെ വെല്ലുവിളികളുടെയും ഞാൻ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക.